ആരോഗ്യം അമൂല്യം. കുട്ടികളിലെ അനീമിയ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ആയിഷ ഫെബിൻ. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിനെ അനീമിയ എന്ന് പറയുന്നു. മാസം തികയാത്ത കുട്ടികൾ, 6 മാസം മുതൽ 5 വയസ്സുവരെയുള്ളവർ, കൗമാരപ്രായക്കാർ, ഗർഭിണികൾ ഇവരിലാണ് കൂടുതലായി കാണുന്നത്. ഈ സമയങ്ങളിൽ അയൺ റിക്വയർമെന്റ് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇവരിൽ അനീമിയ കൂടുതലായി കാണുന്നത്. പോഷകാഹാരക്കുറവ് കൊണ്ടുവരുന്ന അനീമിയ ആണ് ഏറ്റവും സുലഭമായി കാണുന്നത്. ഇതിനെ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നു. ഇതിനു പുറമെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, RBC കോശങ്ങളെ നശിപ്പിക്കുന്ന ഹീമോലിറ്റിക് അനീമിയ, മജ്ജയെ തളർത്തുന്ന രോഗങ്ങൾ കാരണവും അനീമിയ വരാം. മലേറിയ, വിരശല്യം, അമിതമായ രക്തസ്രാവം, കിഡ്നി സംബന്ധമായ രോഗമുള്ളവരിലും രക്തക്കുറവ് മൂലം അനീമിയ ഉണ്ടാവാം. കുട്ടികളിൽ അനീമിയയുടെ രോഗലക്ഷണങ്ങൾ: കല്ല്, മണ്ണ്, ക്രയോൺസ്, ചുമരിലെ പെയിന്റ് ഇവ കഴിക്കുക, ഐസ് ക്യൂബ്സ്, പുളിയുള്ള സാധനങ്ങളോട് കൂടുതൽ താൽപ്പര്യം, ക്ഷീണം, കിതപ്പ്, തലവേദന, തലകറക്കം, പഠനത്തിൽ താൽപ്പര്യക്കുറവ്, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട്. അനീമിയ എങ്ങനെ തടയാം? ഇരുമ്പടങ്ങിയ ഭക്ഷണം ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചുവന്ന ചീര, ഈന്തപ്പഴം, ബീട്രൂട്ട്, മാതളം, ഉണക്കമുന്തിരി, മുരിങ്ങയില, മറ്റു ഇലവർഗ്ഗങ്ങൾ, ശർക്കര, പിസ്ത, നിലക്കടല, ചിക്കൻ, ബീഫ്, മത്സ്യം, മുട്ട ഇവയിലെല്ലാം ധാരാളമായി അയൺ അടങ്ങിയിരിക്കുന്നു. അടുത്തുള്ള അംഗൻവാടികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്ന അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ ആഴ്ചയിൽ 1-2 ദിവസം കുടിക്കുക. വ്യക്തിശുചിത്വം പാലിക്കുക. ഇരുമ്പു പാത്രത്തിൽ ആഹാരം പാകം ചെയ്യുക. ചെറുതീയിൽ അടച്ചിട്ട് ഭക്ഷണം വേവിക്കുക. വിരബാധ ഒഴിവാക്കാൻ ചെരുപ്പിട്ട് നടക്കുക. വിരബാധ സംശയിക്കുന്നുവെങ്കിൽ വിരയിളക്കുന്നതിന് മരുന്നു കഴിക്കുക. മലേറിയ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് തടയുക. ഇനി അയണിന്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ കൂട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അയൺ ഗുളികകൾ കഴിയുന്നതും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് മാത്രം കഴിക്കുക. വൈറ്റമിൻ C അടങ്ങിയ ഓറഞ്ച്, ലെമൺ ജ്യൂസ്, നെല്ലിക്ക, പപ്പായ, പേരക്ക അയൺ സിറപ്പിന്റെയോ ഗുളികകൾക്ക് ശേഷമോ കഴിക്കുന്നത് ശരീരത്തിൽ അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കുന്നു. ചായ, കാപ്പി ഇവ ഇരുമ്പടങ്ങിയ ഭക്ഷണത്തോടൊപ്പം കഴിക്കാതിരിക്കുക. ഇത് അയണിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. ഗർഭിണികൾ 6 മുതൽ 9 മാസം വരെ നിർബന്ധമായും അയൺ കാൽഷ്യം ഗുളികകൾ കഴിക്കുക. ഇത് ഒരേ സമയം കഴിക്കാതെ 2 നേരമായി ഇടവിട്ട് കഴിക്കാവുന്നതാണ്. മുലയൂട്ടുന്ന അമ്മമാർ 6 മാസം വരെ മുലപ്പാൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് നൽകുക. ഇരുമ്പടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയൺ കാൽഷ്യം ഗുളികകൾ 6 മാസം വരെ അമ്മമാർ കഴിക്കുക. 1 വയസ്സിന് ശേഷം കുട്ടികളെ വിരയിളക്കുക. എല്ലാ 6 മാസവും കൃമിയുടെ മരുന്ന് 5 വയസ്സുവരെ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതാണ്. മറ്റു രോഗങ്ങൾ കൊണ്ടുവരുന്ന അനീമിയ കൃത്യമായി ചികിത്സിച്ചതിന് ശേഷം മാറ്റാവുന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ സിറപ്പ് അല്ലെങ്കിൽ ഗുളികകൾ കഴിക്കുക. വായ വഴി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അയൺ ഇഞ്ചക്ഷനായും, അമിതമായി അനീമിയ ഉണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും രക്തം ഉള്ളിലേക്ക് കയറ്റാവുന്നതാണ്. കുട്ടികളിലെ അനീമിയ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആയിഷ ഫെബിൻ.